السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 86. യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കുന്നയാള് ജമാഅത്തായാണ് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൻ്റെ ഇമാം പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനല്ല എന്ന് ഉറപ്പുവരുത്തൽ. അതായത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് ഖസ്റാക്കി നിസ്കരിക്കുന്നവൻ തുടരാതിരിക്കണം എന്നത് ഖസ്റിൻ്റെ ഒരു ഷർത്താണ്. അപ്പോൾ ഖസ്റാക്കി നിസ്കരിക്കുന്നവൻ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കൽ ഇവനും നിർബന്ധമാകും. ഖസ്റാക്കാൻ പാടില്ല. നിസ്കാരം സ്വഹീഹാകാത്ത പ്രശ്നമില്ല. അതേ സമയത്ത് ഖസ്റാക്കി 2 റക്അത്ത് മാത്രമാക്കി ചുരുക്കാൻ നിർവാഹമില്ല. പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. വമിൻഹ അല്ലാ യഖ്തദിയ ബി മുത്തിമ്മിൻ എന്ന് കാണാം. മുത്തിമ്മിനോട് തുടരാതിരിക്കണം, അത് ഷർത്താണ്. ആ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആള് മുസാഫിറാണെങ്കിൽ പോലും അയാൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ് എന്നതാണ് പ്രശ്നം. അത് വലൗ ലഹവത്തൻ, ഒരല്പസമയം മാത്രമാണ് തൻ്റെ തുടർച്ച ഉണ്ടായത്, എന്നാൽ പോലും ഖസ്ർ സഹീഹല്ല. അതെങ്ങനെയാണ്? ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ മറ്റൊരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അയാളുടെ നിസ്കാരം അവസാന ദിശയിലാണ്. സലാം വീട്ടാൻ സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഇയാൾ തുടർന്നത്. അപ്പോൾ ഈ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളിനോട് ഇദ്ദേഹം തുടർന്നതിന് ശേഷം അല്പസമയം മാത്രമേ നിസ്കാരമുണ്ടായിരുന്നുള്ളൂ, എന്നാൽ പോലും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടർന്നു എന്നതുകൊണ്ട് ഇദ്ദേഹം ഖസ്റിനെ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പൂർത്തിയാക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. വലവിഖ്തദാ ബിമുത്തിമ്മിൻ ലഹളത്തൻ ലസിമഹുൽ ഇത്മാമു എന്ന് കാണാം മിൻഹാജിൽ. അപ്പോൾ പിന്നെ ഒരു യാത്രയിൽ തൻ്റെ ഇമാമ് യാത്രക്കാരനാണ്, അദ്ദേഹം ഖസ്റാക്കിയാണ് നിസ്കരിക്കുന്നത് എന്ന് വിചാരിച്ച് ഒരാൾ അങ്ങ് തുടർന്നു. പക്ഷേ ഫബാന മുത്തിമ്മൻ, അയാൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഖസ്റിനെ കരുതിയിരുന്നില്ല. അദ്ദേഹം ളുഹർ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ആളാണ് എന്ന് 2 റക്അത്ത് നിസ്കരിച്ച് 3ാമത്തേതിലേക്ക് എഴുന്നേറ്റപ്പോൾ നമുക്ക് ബോധ്യമാകുമ്പോൾ പിന്നെ അവിടെ നമ്മളും പൂർത്തിയാക്കുകയല്ലാതെ നിർവാഹമില്ല. അവിടെ ഇനി ഖസ്റാക്കാൻ പറ്റില്ല. ഇനി ഒരു ഘട്ടത്തിൽ ഇമാമിൻ്റെ നിയ്യത്തിൽ ഈ മഅ്മൂമായ ഖസ്റാക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് സംശയമാണ്. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഇങ്ങനെ കരുതി, ഇൻ ഖസ്റ ഖസ്റുതു വ ഇല്ലാ അത്മംതു. ഇമാമ് ഖസ്റാക്കിയതാണെങ്കിൽ ഞാനും ഖസ്റാക്കി, ഇനി അതല്ല ഇമാമ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഞാനും പൂർത്തിയാക്കാൻ കരുതി. അങ്ങനെ ഉണ്ടാവും. ഒരുമിച്ചുള്ള യാത്രയിൽ ഒരാൾ നേരത്തെ കയറി വന്നു, അയാൾ നിസ്കാരം തുടങ്ങി. ഇദ്ദേഹം വന്നപ്പോൾ മനസ്സിലായില്ല, അദ്ദേഹത്തിന് സംശയമായി, നിയ്യത്ത് വെച്ചത് എന്തായിരിക്കുമാവോ. ആ ഘട്ടത്തിൽ ഇങ്ങനെ നിയ്യത്ത് വെച്ചാൽ, അങ്ങനെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമ് സലാം വീട്ടുന്ന ഘട്ടം, അപ്പോൾ മനസ്സിലാകുന്നു ഇമാമ് ഖസ്റാക്കിയതാണെന്ന്. എന്നാൽ ഇയാൾക്കും ഖസ്റാക്കാം. ഇനി അതല്ല, ഇമാമ് 2 റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് ബാക്കി നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ മനസ്സിലായി ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുകയാണെന്ന്. അപ്പോൾ ഇയാളും പൂർത്തിയാക്കി നിസ്കരിക്കണം. അതാണ് അവിടെയുള്ള മസ്അല.
ഇവിടെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാൻ പാടില്ല എന്ന് പറയുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളോട് തുടരാം എന്ന് വിചാരിക്കരുത്. 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണല്ലോ. ഉദാഹരണത്തിന് സുബ്ഹ് നിസ്കാരം 2 റക്അത്തല്ലേ ഉള്ളൂ. അപ്പോൾ സുബ്ഹ് 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളിനോടാണ് ഒരു ദുഹർ നിസ്കാരക്കാരൻ ഖസ്റാക്കി നിസ്കരിക്കുന്നത്. സുബ്ഹ് നിസ്കരിക്കുന്ന ആളോട് തുടർന്നുകൊണ്ട് ദുഹർ നിസ്കാരക്കാരൻ ഖസ്റാക്കി നിസ്കരിക്കുമ്പോൾ അവിടെ ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ്. 2 റക്അത്തെ ആൾ നിസ്കരിക്കുന്നുള്ളൂ എന്നത് ശരി തന്നെ, പക്ഷേ ആൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവൻ ആ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരുന്ന മുറക്ക് ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ച് ചുരുക്കാൻ നിർവാഹമില്ല. ഇവൻ 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം. അതാണ് ഇളാഹിൻ്റെ ആശയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഫലോ സല്ലൽ ദുഹറ ഖൽഫ മുസാഫിരിൻ യുസല്ലി സുബ്ഹ അതമ്മ. സുബ്ഹ് നിസ്കരിക്കുന്ന ഒരു യാത്രക്കാരൻ്റെ പിന്നിൽ ഒരാൾ ദുഹർ നിസ്കരിക്കുമ്പോൾ അയാൾ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. കാരണം സുബ്ഹ് നിസ്കരിക്കുന്നവൻ പൂർത്തിയാക്കിയാണല്ലോ നിസ്കരിക്കുന്നത്. ഈ സുബ്ഹ് നിസ്കാരക്കാരനോട് തുടർന്ന ഈ യാത്രക്കാരൻ ഖസ്റിനെ കരുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തൻ്റെ ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ യാത്രയിൽ ഈ ഇളവുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അസാധുവായി തീരാൻ സാധ്യത കൂടുതലാണ്. വളരെ സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.